ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വൺ ലാസ്റ്റ് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു കോമഡി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കോലി ടാൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ് ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ കൂടാതെ മൾട്ടി ഓഡിയോയിൽ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഏപ്രിൽ മാസം 14 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, മൂവിയല്ല. കൗഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഏപ്രിൽ മാസം 18 ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു കന്നഡ മൂവിയാണ്. വിഷ്ണുപ്രിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഏപ്രിൽ മാസം 18 ഈ സിനിമ കന്നഡ ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ ഒരു ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കി എന്ന് പറയാൻ തുടങ്ങിയിട്ട്, അതായത് ആമസോൺ പ്രൈം സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് അപ്ഡേറ്റുകൾ വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഇതുവരെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. ഏപ്രിൽ മാസം റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ മാസം 25 ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. GV പ്രകാശ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് മൂവിയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. C5 അതുപോലെ തന്നെ സി തമിഴിലായിട്ട് പിന്നെ ഈ സിനിമ നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി റിലീസ് ചെയ്യുന്നതാണ്. അതായത് OTT റിലീസ് അതുപോലെ തന്നെ TV പ്രീമിയർ ആയിട്ട് ഒരേ സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഏപ്രിൽ മാസം 13 അടുത്തത് സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ED എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എക്സ്ട്രാ ഡീസന്റ്. ഈ ഒരു സിനിമയുടെ HD പതിപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്നും എന്ന് റിലീസിനുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.